ജമ്മുവിലെ രജൌരിക്കടുത്ത് ഹിമാലയൻ സൂപ്പർ സ്കൂൾ തകർന്നു എന്നുള്ള ഒരു വിവരമാണ്. ആ സൂപ്പർ സ്കൂളിലേക്ക് ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധന സാമഗ്രികളൊക്കെ ആ സ്കൂളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും തയ്യാറാക്കിയ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയും ഒപ്പം നോബൽ മാരിക്കാരനും നമുക്കൊപ്പം ഈ സ്കൂളിൽ നിന്ന് ചേരുന്നു. നേരത്തെ വിക്രമിസ്റ്റ് പറഞ്ഞൊരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാവും. സ്കൂളുകളും മെഡിക്കൽ കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആക്രമണം നടക്കുന്നത്. അതിന് ഒരു ഉദാഹരണമാണ്, നമ്മളൊരു തെളിവ്, റിപ്പോർട്ടർ ടിവിയുടെ ഒരു തെളിവാണിത്. പ്രേക്ഷകർക്ക് കാണാം. നോബൽ മാരിക്കാരൻ നോബൽ ബാരിക്കാരൻ നേരത്തെ വിക്രമിശ്രീയും വ്യോമിക സിംഗും പറഞ്ഞതേ ഉള്ളൂ. മെഡിക്കൽ കോളേജുകളും സ്കൂളുകളും നോക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണവും ഡ്രോണാക്രമണവും നടത്തുന്നു. ഇതിപ്പോൾ എവിടെയാണ് നോബൽ നിൽക്കുന്നത്? എന്താണ് സ്കൂളിന്റെ അവസ്ഥ? അരുൺ, നമ്മളുള്ളത് രജൌരിക്കടുത്ത് ദാംഗ്രി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് സ്കൂളുകൾ, ആശുപത്രികൾ അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തരത്തിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്ന് നമ്മൾ ഇന്ന് കണ്ട പല മേഖലകളും, പ്രത്യേകിച്ച് രജൌരി നമ്മൾ രാവിലെ രണ്ടിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ രണ്ടിടങ്ങൾക്കും അടുത്തും ആശുപത്രികളും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളും സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും നമ്മൾ ഇപ്പോൾ ഉള്ളത് ദാംഗ്രിയിലാണ്. ദാംഗ്രിയിലെ പ്രധാനപ്പെട്ട ഹിമാലയൻ സൂപ്പർ സ്കൂളാണ് ഈ കാണുന്നത്. ഈ സ്കൂളിന് നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നമുക്ക് ആ സ്കൂളിന്റെ എല്ലാ ജനാലകളും ഏറെക്കുറെ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. മുകൾ ഭാഗത്തായി നന്നായി തീ പിടിച്ച സാഹചര്യം ഉണ്ട്. ഏറെക്കുറെ കെട്ടിടത്തിന് വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വ്യാപകമായി തന്നെ ഈ കെട്ടിടത്തിലേക്ക് ഷെല്ലുകൾ പതിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ വ്യക്തമാണ് എത്രത്തോളം ആഘാതം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കാരണം വലിയ തരത്തിൽ തന്നെ ഇത്തരത്തിൽ സ്കൂളിന്റെ ചില്ലുകൾ, അതോടൊപ്പം മറ്റ് സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ഭിത്തി അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വലിയ തരത്തിൽ തന്നെ ഇതിൽ ഷെല്ലുകൾ പതിച്ചിട്ടുണ്ട്. ഓരോ ചില്ലുകളും ജനാലകളുടെ ഓരോ ചില്ലുകളും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ മറ്റു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തരത്തിൽ ഷെല്ലിന്റെ പാടുകൾ കൊണ്ട് വലിയ തരത്തിൽ ഈ സിമന്റ് പാടുകളൊക്കെ അടർന്നു പോയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ഹിമാലയൻ സൂപ്പർ സ്കൂൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സ്കൂൾ ആയതുകൊണ്ട് ആ തരത്തിൽ പ്രധാന സ്കൂളിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും എത്രത്തോളം ശക്തമായി തന്നെയാണ് ഷെല്ലുകൾ അതിന്റെ ഭിത്തികളിലടക്കം പതിച്ചിരിക്കുന്നത് എന്ന്. അവിടെയൊക്കെ ചില്ലുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ അല്പം കൂടി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും ഈ പ്രദേശത്ത് കുറച്ച് ആ പ്രദേശത്ത് മാത്രമല്ല മറ്റിടങ്ങളിലേക്കും അല്പം കൂടി നീക്കിയാൽ ഇവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നതാണെങ്കിൽ മറ്റിടങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഷെല്ലുകൾ പതിച്ച പാടുകൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ കാണാൻ കഴിയും. എന്താണെങ്കിലും ഈ മേഖലയിലൊക്കെ വലിയ തരത്തിൽ ഷെല്ലാക്രമണം രൂക്ഷമായി തന്നെ ഈ സ്കൂളിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. നേരത്തെ വിക്രമിശ്രീ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സ്കൂളുകളും ഇത്തരത്തിൽ മറ്റ് ആശുപത്രികളിലും ഒക്കെ ആക്രമണം നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കൃത്യമായ ലക്ഷ്യം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ രാത്രിയൊക്കെ ഉടനീളം രജൌരിയിലടക്കം പൂഞ്ചിലടക്കം ഉണ്ടായത്. എന്താണെങ്കിലും അതിന്റെ ബാക്കി ചിത്രങ്ങൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശമൊക്കെ വലിയ തരത്തിൽ തന്നെ ആശങ്കയിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വീടിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ വീട്ടിൽ കുറെ ആളുകൾ, അത്തരം സ്ത്രീകളടക്കമുള്ള ആളുകൾ താമസിക്കുകയും ചെയ്തു. അവരൊക്കെ എന്താണെങ്കിലും മറ്റിടങ്ങളിലേക്ക് തൽക്കാലത്തേക്ക് മാറിയിട്ടുണ്ട്. രാത്രി വലിയ രീതിയിലുള്ള ആഘാതമാണ് അവർക്കൊക്കെ ഉണ്ടായത് എന്നാണ് യാഥാർത്ഥ്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇവിടെ ഈ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ബിൽഡിംഗിന്റെ ഭാഗത്തൊക്കെ തീ പടർന്നതിന്റെ രീതിയിൽ അത്തരത്തിൽ കരിപ്പാടുകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും വലിയ ആഘാതം. അതോടൊപ്പം സ്കൂളും വീടുകളുടെ ഭിത്തികളിലേക്ക് പോയി കഴിഞ്ഞാലും അത്തരത്തിൽ പാടുകൾ, നമുക്ക് ഷെല്ല് കൊണ്ടതിന്റെ പാടുകൾ കാണാൻ കഴിയും. എന്താണെങ്കിലും വലിയ ആഘാതമാണ് ഈ സ്കൂളിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്കൂളിന്റെ ഒരു സൈഡ് പൂർണ്ണമായും ഏറെക്കുറെ ചില്ലുകളെല്ലാം തകർന്ന് സ്കൂളിന്റെ അകത്തുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ജനൽ നമുക്ക് ഏറ്റവും മുകളിലെ പാളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലാണെങ്കിൽ ആ ഭാഗത്ത് തീ പിടിച്ചിട്ടുണ്ട് എന്നത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത്തരത്തോളം വലിയ തരത്തിലുള്ള ഒരു ആഘാതം, വലിയ തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ രാത്രി ഉണ്ടായത്. ശക്തമായ ഷെല്ലുകൾ ഒന്ന് പതിക്കുകയായിരുന്നു. ആ സ്കൂളിന് സാരമായ കേട്. ഇപ്പൊ നമുക്ക് കാണാവുന്ന ആ ഭാഗത്ത് ഭിത്തിയിൽ ശരിക്കും നല്ല പൊട്ടലുകൾ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വലിയ തീ പിടിച്ച ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും സ്കൂൾ ഇല്ലാത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ രാത്രികാലമായതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല. കുട്ടികളൊന്നും ഇല്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എങ്കിൽ പോലും ശക്തമായ ശക്തമായ രീതിയിലുള്ള ഷെല്ലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഈ മേഖലയിൽ മറ്റു ചില വീടുകൾക്കൊക്കെ ഇതുപോലെ സമാനമായ രീതിയിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് പരിസരവാസികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ശക്തമായ ഷെല്ലാക്രമണം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ ആശുപത്രികൾ, സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി ആ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളാണ് രജൌരിയിലും പൂഞ്ചിലും ഒക്കെ ജമ്മുവിന്റെ വിവിധ മേഖലകളിൽ സജീവമായി തന്നെ ഉണ്ടാവുകയും ചെയ്ത് ശക്തമായ തിരിച്ചടി പലയിടത്തും സൈന്യം കൊടുത്തിട്ടുണ്ട് എന്നും യാഥാർത്ഥ്യം. പൂഞ്ചിലൊക്കെ വലിയ തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുൺ.